ലോകമെമ്പാടും സംഘർഷം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഡ്രോൺ മിസൈൽ ആക്രമണ ഭീതിയും ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വളർന്നു വരുന്ന അപകടം ശക്തമായിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മുമ്പത്തെക്കാളും പ്രാധാന്യമുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് അമേരിക്ക അടക്കം ഇപ്പോൾ ഗോൾഡൻ ഡോം അഥവാ സ്വർണ്ണ കവചം ഒരുക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇസ്രായേലിന് അയൺ ഡോമും താടുമുണ്ട്, ചൈനയ്ക്ക് അവരുടേതായിട്ടുള്ള ഡിഫൻസ് സിസ്റ്റമുണ്ട്, ഇന്ത്യക്ക് S-400ഉം അതിൻ്റെ നവീകരിച്ച സംവിധാനമായിട്ടുള്ള S-500ഉം ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇസ്രായേലിൻ്റെ ഇരുമ്പ് ഡോൺ മുതൽ അമേരിക്കയുടെ ഗോൾഡൻ ഡോം വരെ നിരവധി പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ സാഹചര്യം എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അതിനൊരു കാരണമുണ്ട്. ഇന്ത്യയിൽ പഹൽഗാമിലെ സമീപകാല ഭീകരാക്രമണവും പാകിസ്ഥാനുള്ള സമ്മർദ്ദബന്ധവും അത്തരം ഭീഷണിക്കെതിരെ ശക്തമായിട്ടുള്ളൊരു കവചത്തിൻ്റെ അടിയന്തരമായിട്ടുള്ള സാഹചര്യവും എടുത്തു കാണിക്കുന്നുണ്ട്. ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്കെതിരെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ പല രാജ്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മറ്റു ചില രാജ്യങ്ങൾ ഈ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുന്നതിനോ പരാജയപ്പെടുത്തുന്നതിനുള്ള കാരണങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ വഴികൾ അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച റഷ്യൻ വ്യോമത്താവളത്തെ ലക്ഷ്യമിടാൻ ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് യുക്രൈൻ യുദ്ധത്തിൻ്റെ പുതിയ മുഖം ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. മറ്റൊരു സംഭവ വികാസത്തിൽ വിദഗ്ധരെ അത്ഭുതപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്ത ഒരു പുതിയ മിസൈലിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ പുതിയ മിസൈൽ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്നല്ലേ? യമനിലെ ഹൂത്തി വിമതരുടെ കയ്യിലാണ് ഈ പുതിയ മിസൈൽ ഇരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ഭീഷണിയാണ് എന്നാണ് അവരുടെ പ്രതിരോധ വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. US-ഉമായും ഇസ്രായേലുമായും ഇടയ്ക്കിടെ ഇവർ ഏറ്റുമുട്ടാറുണ്ട്. ഈ പുതിയ മിസൈലിന് നൂതന പ്രതിരോധ സംവിധാനങ്ങളെ തുളച്ചു കയറാൻ കഴിയുമെന്ന് മാത്രമല്ല, മിസൈൽ വിരുദ്ധ ആയുധങ്ങൾ ലക്ഷ്യം വെച്ചാൽ കൂടുതൽ അപകടകരമാകുമെന്നതുമാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം മിസൈൽ നിരവധി ചെറിയ വാർഹെഡുകളുണ്ട്. ഈ മിസൈലിൽ ഈ മിനി വാർഹെഡുകൾ ചിതറിക്കിടക്കുകയും കൂടുതൽ നാശത്തിന് കാരണമാകുകയും ചെയ്യും. അതായത് ഈ മിസൈൽ പെനിട്രേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് പോയി ഹിറ്റ് ചെയ്ത് ബ്ലാസ്റ്റ് ചെയ്യുക മാത്രമല്ല, ബ്ലാസ്റ്റ് ചെയ്യുന്ന ആ ഭാഗങ്ങൾ, ആ ഷെല്ലുകൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് ചിതറി അത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യവും ഈ മിസൈലിനുണ്ട് എന്നുള്ളതാണ്. അതായത് അത്യാധുനിക നൂതനമായിട്ടുള്ള മിസൈലുകൾ. അൻസറുള്ള വിഭാഗത്തെ നിയന്ത്രിക്കുന്ന യമനിലെ ഹൂത്തി വിമതർ പുതിയ മിസൈൽ പരീക്ഷണത്തിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം ഇസ്രായേലിനെതിരെയുള്ള ഭീഷണികളും അവർ പങ്കുവച്ചിട്ടുണ്ട്. പുതുതായി വികസിപ്പിച്ചെടുത്ത മിസൈൽ എന്നാണ് ഗ്രൂപ്പ് ഇത് അവകാശപ്പെടുന്നത്. സമീപ ദിവസങ്ങളിൽ ടെൽ അവീവിലെ ബെൻ ഗൂരിയോൻ വിമാനത്താവളം ഉൾപ്പെടെയുള്ള ഇസ്രായേലിലെ നിരവധി സ്ഥലങ്ങളാണ് ഈ മിസൈൽ ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്നാണ് ഹൂത്തി വിമതർ പറയുന്നത്. ഈ പുതിയ മിസൈൽ ഉടൻ പ്രവർത്തനക്ഷമമായേക്കുമെന്നുമാണ് അവർ പറയുന്നത്. യമനിൽ ഇത്രയും നൂതനമായിട്ടുള്ള മിസൈൽ സാങ്കേതിക വിദ്യ ഉണ്ടെന്നതിന് ഇതുവരെ സ്വതന്ത്രമായിട്ടുള്ള സ്ഥിരീകരണം ഒന്നും തന്നെയില്ല. എന്നിരുന്നാലും യമന് ഇപ്പോൾ ഈ ശേഷി ഉണ്ടായിരിക്കാമെന്ന് ഇറാൻ്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിസൈൽ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കുക എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇത് പുതിയ ആശയമല്ല. അമേരിക്ക, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ആശയം മുന്നോട്ട് പങ്കുവച്ചിട്ടുണ്ട്. സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. MIRV മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്നറിയപ്പെടുന്ന ഈ സംവിധാനം ഒരു മിസൈലിന് ഒരേ സമയം നിരവധി വാർഹെഡുകൾ വഹിക്കാനും വിക്ഷേപിക്കാനും അനുവദിക്കുന്നുണ്ട്. 1970-കളിൽ തന്നെ MIRV അടിസ്ഥാനമാക്കിയുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ US വികസിപ്പിച്ചെടുത്തിരുന്നു. താമസിയാതെ റഷ്യയും ഇത് പിന്തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പുറകെയാണ് MIRV മിസൈൽ ഭീഷണി ആണവ ശക്തികൾക്കപ്പുറത്തേക്ക് വളരുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുന്നത്. ഹൂത്തി വിമതരുടെ കയ്യിൽ ഇത് എത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ ലോകമാശങ്കയോടെ ശ്രമിക്കുന്നത്. എന്തായാലും വരും ദിവസത്തിൽ ഇസ്രായേലിൻ്റെ ബെൻ ഗൂരിയോൻ വിമാനത്താവളമാണ് ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നുള്ള ഇവരുടെ ഒരു റിപ്പോർട്ട് ഇസ്രായേലിനെ ചെറുതായി ഒന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത്, വല്ലാത്ത രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എസ്പെഷ്യലി ലബനോനിലെ ഹിസ്ബുള്ള ഭീകരരുടെ അടുത്തടക്കം പേജർ ആക്രമണം നടത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ പേജറെല്ലാം പൊട്ടിത്തെറിപ്പിച്ച് വലിയ രീതിയിലുള്ള ആക്രമണമായിരുന്നു മൊസാദ് അവിടെ നടത്തിയത്. സമാനമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്ലാൻ ഇസ്രായേൽ ഹൂത്തി വിമതർക്ക് നേരെ പ്രയോഗിച്ചേക്കും എന്നും പല രാഷ്ട്രീയ നയതന്ത്ര വിദഗ്ധരും ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.